പത്തുസു പത്തുസു ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതേ രാവിലെ തന്നെ പാത്തോസിന് ചോക്കോസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാലും ചോക്കോസൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചക്ക ഞാൻ ഒന്ന് പൊളിച്ചിടാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക മുറിക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ദിവസം മുമ്പായ കാരണം പഴയ വീഡിയോ ഡിലീറ്റ് ആക്കുന്നതിൻ്റെ ഇടയിൽ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ചക്കയൊക്കെ നല്ല പഴുത്ത ചക്കയാണ്. അപ്പോൾ കുറച്ചൊക്കെ അതിൽ നിന്നെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10 ദിവസം സുഡാപ്പിയൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്നെന്താ കറിയൊക്കെ ഒന്ന് ആലോചിച്ചപ്പോൾ ചക്കക്കുരു എന്തായാലും ഉണ്ടല്ലോ, നമുക്ക് ചക്കക്കുരു മാങ്ങിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ ചക്കക്കുരു നന്നാക്കാനായിട്ട് എടുത്തപ്പോൾ അവരെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് അപ്പോൾ കൈ കൊണ്ട് തൊലി കളയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കത്തി വെച്ചിട്ടൊന്നുമല്ലല്ലോ, കൈ കൊണ്ടെല്ലാം അങ്ങോട്ട് തൊലി കളയണം. അപ്പോൾ എന്തായാലും ഞാൻ ആ ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാമെന്ന് വെച്ചിട്ട് അതിന് ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് വെക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള കൂട്ടാൻ പരിപാടിയിലേക്ക് കിടക്കാൻ വെച്ചിട്ട് കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് അങ്ങോട്ട് വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കണം. കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഞാനതിൽ ഉൾപ്പെടുത്തുന്നൊന്നുമില്ല. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, മുമ്പ് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇപ്പോൾ അതിങ്ങനെ സ്റ്റോറേജ് ഫുള്ളാകണ്ടല്ലോ വെച്ചിട്ട് എന്തായാലും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് നമ്മൾ ഷോർട്ട് റീൽസൊക്കെ ഇടുന്ന സമയത്ത് അതിൽ മലയാളം ടൈപ്പ് ചെയ്തിടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്ട് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെയും തമ്പിനെയിൽ സെറ്റ് ചെയ്യണതിൻ്റെ ഒക്കെ ലോങ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടാനായിട്ടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. നിങ്ങളാണ് എൻ്റെ പ്രചോദനം എന്നിട്ട് പറയാം, ഓർമ്മിപ്പിക്കുന്ന ഒന്നും കൂടി കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ അതേ പരിപ്പ് കുറച്ച് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുത്ത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോഴേക്ക് ചക്കക്കുരു എന്തായി നോക്കാം. അപ്പോൾ ചക്കക്കുരൊക്കെ അടച്ചിട്ട് അവർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതങ്ങനെ നടുവൊന്ന് പീസാക്കിയിട്ട് പിന്നെ ചെറിയൊരു മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല, ചക്കക്കുരു മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അതങ്ങോട്ട് ഇടുന്നില്ല. അങ്ങനെ ചക്കക്കുരു പരിപ്പും കൂടി ഞാൻ അങ്ങോട്ട് കഴുകി വെച്ചതായിരുന്നു കേട്ടോ. ചക്കക്കുരു അതും കൂടി ഇട്ടിട്ട് അത് അങ്ങോട്ട് വിസിലടിച്ചെടുക്കുന്നുണ്ട്. ചക്കക്കുരു നന്നാക്കി എടുക്കുമ്പോൾ ആ ഒരു മെറൂൺ കളർ തൊലിയില്ലേ, അതൊരിക്കലും കളയരുത് കേട്ടോ. അതാണ് അതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അതൊന്നും കളയരുത്. അപ്പോൾ എന്തായാലും ചക്കക്കുരുയുടെ വിസിലടിച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നാളികേരം അങ്ങോട്ട് ചിരവെടുക്കാമല്ലോ വെച്ച്. അപ്പോൾ നാളികേരം ചിരവുന്ന ആ ഭാഗത്ത് ഞാൻ ക്യാമറ ഓണാക്കിയെന്ന് എൻ്റെ ഒരു ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പകുതി ആയപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോൾ ക്യാമറ ഓണായില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം ഓണാക്കി അങ്ങനത്തെ നാളികേരമൊക്കെ ഒന്ന് ചിരവെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരം മതി, ഇതിലേക്കുള്ളത് മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം കേട്ടോ ചിരവെടുക്കുന്നത്. പിന്നെ മാങ്ങ ഇതിപ്പോൾ അവിടെ നിന്ന് അടുത്തുനിന്ന് കൊണ്ടു തന്നതായിരുന്നു കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഇനി അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പൈപ്പിൽ വെള്ളമുള്ള കാരണം കൊണ്ട് നമ്മൾ പണികളൊക്കെ ഒന്ന് നേരത്തെ തന്നെ കഴിയും കേട്ടോ. പൈപ്പിൽ വെള്ളമില്ലാത്താകുമ്പോഴൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിപ്പോൾ വെള്ളമുള്ള കാരണം കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രം കഴുകലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്, അലക്ക് കഴിഞ്ഞിട്ടുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികൾ. ചോറ് നമ്മൾ ഇറക്കി വെച്ചിട്ടാണ് പിന്നെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചോറ് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അലക്കലുണ്ടായിരുന്നു, അത് തുണിയൊക്കെ ആറിയിട്ട് വന്നു. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിക്കലും തുടയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പിന്നെ വന്നപ്പോഴേക്കും നമുക്ക് കൂട്ടാൻ പരിപാടി മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ സുഡാപ്പിയുടെ കുളിയും 10 ദിവസത്തിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മുടെ ചക്കക്കുരും പരിപ്പും വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യണത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ മാങ്ങ നന്നായിട്ട് അങ്ങോട്ട് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഗ്യാസ് അടുപ്പിന് എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ കത്തിച്ച് നമ്മളിതിങ്ങനെ ഓണാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായി പോവുക. നമ്മളറിയില്ല, ചിലപ്പോൾ ഗ്യാസിൻ്റെ മണം വരുമ്പോൾ ആയിരിക്കട്ടെ നോക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായി ഇപ്പോൾ പറ്റുന്നുണ്ട്. പറ്റിയെന്നറിയാം. ഇനിയിപ്പോൾ ഇതിൽ പോകുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം. ഇതിൽ പോവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയപ്പോൾ ആരും കാണാനും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇതിലിങ്ങനെ വിളിച്ച് പറഞ്ഞു പോകും, ഗ്യാസ് അടുപ്പ് നന്നാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കത്രിക മുറിച്ച് കൂട്ടാൻ, കത്തി മുറിച്ച് കൂട്ടാൻ, അതുപോലെ മക്കളുടെ ബൂട്ടൊക്കെ തുന്നിക്കാനായിട്ട് അതൊക്കെ ഇതിലെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകാറുണ്ട് കേട്ടോ. അതിന് നമുക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും വരാറില്ല.
ഇപ്പം നമുക്ക് ആവശ്യത്തിന് നോക്കിയപ്പോൾ ഒന്നും കാണാനുമില്ല. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ പരിപ്പും ചക്കക്കുരും വാങ്ങിക്കൊന്ന് വെന്തതിന് ശേഷം അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ വെച്ചത്. പിന്നെ ഞാൻ ആലോചിച്ചു ആദ്യം ചട്ടിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ, ചീനച്ചട്ടി. പിന്നെ ഞാൻ ആലോചിച്ചു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കർ അങ്ങോട്ട് ഒഴിവാക്കി കിട്ടുമല്ലോ. പിന്നെ നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുക്കർ ആവശ്യം വരും. അപ്പോൾ പിന്നെ ഇതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിചാരിച്ച് അങ്ങനെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആ സമയത്ത് ഞാൻ ഗ്യാസ് കുറച്ചപ്പോൾ കിട്ടുക. ഗ്യാസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. തീ കുറയ്ക്കുമ്പോൾ അപ്പയ്ക്ക് തന്നെ ഇത് കിടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് നന്നാക്കാണ്ട് രക്ഷയില്ല. പിന്നെ അപ്പുറത്തെ അടുപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ നടുവിലത്തെ അടുപ്പ് ഞാനധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ബർണർ നമ്മളത്ര കഴുകിയിട്ട് അങ്ങോട്ട് ക്ലീൻ ആവുന്നില്ല. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് കറുപ്പ് കളർ, വേറൊരു കളറ്, സാധാരണ ഉള്ള കളറിൽ നിന്ന് വേറൊരു കളറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന സ്ഥാനം ഉണ്ടല്ലോ, സ്റ്റാൻഡ് പോലത്തെ, അതും പൊട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഞാൻ ഇന്നും നാളെയായിട്ട് അത് കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ആളടുത്ത് വിളിച്ച് പറഞ്ഞത് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങനെ ആഴ്ചയിൽ വരുന്നൊരു അടവുകാരായിട്ട് മേടിക്കാറ്. പിന്നെ ഇത് ഞാൻ ചട്ടിയൊന്ന് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് താളിക്കുന്ന സമയത്ത് തീ അങ്ങോട്ട് പെട്ടെന്ന് ആളിയിട്ടോ. പക്ഷേ ഇത് നമുക്ക് ഗ്യാസ് കുറയ്ക്കാനും പറ്റില്ലല്ലോ. ഞാനൊന്നും നോക്കിയില്ല, വേഗം തന്നെ ബാക്കിയുള്ള കറിയും കൂടി ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തോട്ടോ. പിന്നെ അങ്ങനെ സെറ്റായി. എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ തീ ആളുന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് ശരിയായിട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ചക്കക്കുരൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ പരിപ്പ് നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. പക്ഷേ ചക്കക്കുരു മാങ്ങയൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കറിയൊക്കെ സെറ്റായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള ചക്ക കൊണ്ട് എന്തുണ്ടാക്കും, ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. ചക്ക കൊണ്ട് ഉണ്ണിയപ്പം. പക്ഷേ ആ ഒരു പ്ലാനിങ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തെറ്റിപ്പോയിട്ടോ. എന്തായാലും ഞാൻ വയ്യെ പറഞ്ഞുതരാം എന്താണ് പ്ലാനിങ് എന്നുള്ളത് കേട്ടോ. അങ്ങനെ ചക്ക മാത്രം ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഉരുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അതേ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും ഒരു 3-4 ടേബിൾ സ്പൂൺ റവയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തേ. അപ്പോൾ ഈ ഒരു കണക്കെന്ന് പറയുന്നത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു അളവാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഈ ഒരു കുറച്ച് ചക്ക വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു അളവാണ് കേട്ടോ. പിന്നെ ഇത് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ മാവിലേക്ക് ചൂടോട് കൂടി തന്നെ ഞാൻ ഈ ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഒഴിച്ചപ്പം തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കരയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത സമയത്ത് ശർക്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി ശർക്കര എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കരുത്, പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഏലക്കായും പഞ്ചസാരയ്ക്കും കൂടി അതും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കളവ് നമുക്ക് പൊടികളുടെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു കളക്കിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം കട്ടിയാവരുത്, അധികം ലൂസാവരുത്, ആ ഒരു രീതിയിൽ കൂട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്പൂണൊക്കെ ഇളക്കിയെടുത്ത്, പക്ഷേ റെഡി ആവാണ്ടായപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇളക്കിയെടുത്തത്. നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് ചക്കയും കൂടി ചേർത്തിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് ചക്ക അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 ഏലക്കായയും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏലക്കായ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. നമുക്ക് കുരു മാത്രം വേണമെങ്കിൽ കുരുമ, ഞാൻ തൊലി അടക്കാണ് കേട്ടോ അടിച്ചെടുത്തത്. അങ്ങനെ ഇതാ പഞ്ചസാരയും ഇതും കൂടി ഏലക്കായും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ ആ അടിച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏലക്കായയുടെ ഒരു ഫ്ലേവർ നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അതിൽ വേറെ എന്തെങ്കിലും ചിലവർ എന്താ പറയുക നല്ല ജീരകം ചേർത്ത് കൊടുക്കും. എനിക്ക് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ശർക്കര കുറച്ച് ഒഴിച്ച് കൊടുത്തു. പിന്നെ ആ പഞ്ചസാരയും ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് മധുരവും പാകത്തിനായിട്ടുണ്ട്. അതിൻ്റെ ഒരു കൂട്ടും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അവിടെ മാറ്റി വെക്കാം. അങ്ങനെ കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക 1 ടീസ്പൂൺ. അപ്പോൾ എൻ്റെ കയ്യിൽ 1 ടീസ്പൂൺ കണക്കായിട്ടുള്ളതില്ല. അപ്പോൾ ആ കുപ്പി ഒന്ന് ഒഴിഞ്ഞ കുപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ തട്ടിക്കൊടുത്തപ്പോൾ കുറച്ച് നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടം അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതിൽ എന്താ പറയുക സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് മാത്രം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലെത്തിയപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴാണ് പാത്തൂസിന് ഉണ്ണിയപ്പം വേണ്ടാന്ന്, മക്കൾക്കും വേണ്ട, അവർക്ക് ഉണ്ണിയപ്പത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ചട്ടി ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് ഇറക്കി അരിച്ചിട്ട് വേഗം ഇതേപോലെ അപ്പച്ചട്ടിമ്പിൽ വെള്ളമൊക്കെ വെച്ച് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കില്ലേ ആ രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. സംഭവം സെറ്റായി വന്നു, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിന് ഇവരങ്ങനെ കഴിക്കില്ല, ഇത് ഉണ്ടാക്കിയത് നന്നായി എന്ന് വെച്ചിട്ടോ. എന്താ വെച്ചാൽ 2 മിനിറ്റ് നേരം കൊണ്ട് ഒരു പത്രത്തിൽ നമ്മൾ മുറിച്ച് വെച്ചത് മൊത്തം കഴിഞ്ഞു കേട്ടോ.
പിന്നെ അത് ബാക്കിയുള്ളതും കൂടി എന്തായാലും വിചാരിച്ച പോലെയല്ല കിണ്ണത്തപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.